ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ SR ഫോം ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഏതാണോ ലാസ്റ്റ് SR ഡീറ്റെയിൽ ഏതാണെന്ന് വെച്ചാൽ ലാസ്റ്റ് SR 2002-2003 SR ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ എങ്ങനെ എടുക്കാൻ നമുക്കിന്ന് കാണാം. അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളെ വോട്ടർ ലിസ്റ്റ് എങ്ങനെ എടുക്കുക, അതേപോലെ വോട്ടർ ലിസ്റ്റിൽ എങ്ങനെ പേര് സെർച്ച് ചെയ്യാൻ നമുക്കിന്ന് കാണാം. സോ വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക വോട്ടേഴ്സ് ECI. ഇവിടെ കാണുന്ന ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ നമ്മളെ ഫ്രണ്ടിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പോർട്ടൽ ഇവിടെ ഓപ്പൺ ആയി വരും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, SR ഇനുമറേഷൻ ഫോം അഥവാ നിങ്ങൾക്ക് ഫിൽ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഫിൽ ചെയ്യാൻ പറ്റും. അതേപോലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR 2026 ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമ്മളെ പഴയ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നമ്മളെ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയുടെ പേര് ഇവിടെ ആഡ് ആയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടിയിട്ടോ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR. സോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ കാണുമ്പോൾ നമ്മളെ ഇൻഫർമേഷൻ വന്നിട്ട് സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാവർക്കും ഫസ്റ്റ് കൊടുക്കണം അവരുടെ സ്റ്റേറ്റ്. നെക്സ്റ്റ് നമ്മളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിയിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു അസംബ്ലി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾ പോളിംഗ് സ്റ്റേഷൻ കൊടുക്കണം. എവിടെയാണോ നിങ്ങൾ വോട്ട് ഇടാൻ പോകുന്ന അതിന്റെ ഇവിടെ ഇൻഫർമേഷൻ കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരു ചില സമയം വന്നിട്ട് പോളിംഗ് സ്റ്റേഷൻ വന്നിട്ട് ചേഞ്ച് ആകും. അല്ലെങ്കിൽ നിങ്ങൾ മൈഗ്രേറ്റ് ആയാൽ വേറെ സ്ഥലത്തില്, അഥവാ നേരത്തെ നിങ്ങൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി വേറെയായിരുന്നു, ഇപ്പൊ വന്നിട്ട് നിങ്ങൾ വേറെ ലൊക്കേഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയം എന്താണെന്ന് വെച്ചാൽ നമ്മളെ SIR ഫോം വന്നിട്ട് വരുന്നത് നമ്മളെ പുതിയ പ്ലേസിലാണ്. അപ്പോൾ നിങ്ങളെ ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ ഇവിടെ നിങ്ങളോട് 2002-2003 ഏതാണ് SIR നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇൻഫർമേഷൻ ഇവിടെ ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം 2002-2003 ഏതാണ് നിങ്ങളെ വോട്ടർ പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, എവിടെയാണ് നിങ്ങളെ പേര് വന്നിട്ട് ഉണ്ടായിരുന്നു എന്ന്. അഥവാ നിങ്ങൾ ആ സമയം നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നാട്ടിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം, ഏതാണ് നാട്ടിൽ നിങ്ങൾ താമസം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ പോളിംഗ് സ്റ്റേഷന്റെ ഇതിൽ നമ്മളെ നാട്ടിന്റെ പേരോട് ടൈപ്പ് ചെയ്ത് കൊടുത്തു, നമ്മളെ പോളിംഗ് നമ്പറോട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിനുശേഷം നമ്മളോട് സീരിയൽ നമ്പർ ചോദിക്കുന്നുണ്ടാകും. ഏതാണെന്ന് വെച്ചാൽ പാട്ടിന്റെ സീരിയൽ നമ്പർ വന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തിരക്കിയിട്ട് നിങ്ങൾ 2002-2003 ഏതാണോ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം. ഇതിനുശേഷം നിങ്ങളെ പേര് ഇവിടെ കൊടുക്കാൻ പറയും. ഇവിടെ നിങ്ങളെ ഇലക്ടറൽ ഫുൾ നെയിം ഇവിടെ കൊടുക്കണം. നിങ്ങളെ ലാസ്റ്റ് SIR 2003-2002 ഏതാണ് പേരുണ്ടായിരുന്നോ ആ പേരാണ് ഇവിടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷെങ്കിൽ ഇവിടെ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷെങ്കിൽ ഈസി ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അഥവാ നിങ്ങൾക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഇൻഫർമേഷൻ വന്നിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് സെർച്ച് ആയി വരില്ല. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇതിന്റെ സൊല്യൂഷൻ വന്നിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, സെർച്ച് ഇൻ ലാസ്റ്റ് SIR ഈ റോൾ. ഇവിടെ നമ്മൾ അഥവാ ക്ലിക്ക് ചെയ്താൽ ഇതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ കേരളയിലാണ്, അപ്പോൾ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡിസ്ട്രിക്ട് ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അത്ര സീരിയസ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളെ പോളിംഗ് സ്റ്റേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുശേഷം നമ്മൾ വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ വോട്ടർ ലിസ്റ്റ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. ഈ വോട്ടർ ലിസ്റ്റിൽ ഏതൊക്കെ വോട്ടേഴ്സ് ഉണ്ട് അവരുടെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ കാണുമ്പോൾ വോട്ടർ ലിസ്റ്റ് വന്നിട്ട് 2003 ഇവിടെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ 2930 അത് വന്നിട്ട് നിങ്ങളെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസി ആണ്, അതിന്റെ ഒരു നമ്പർ ആണ് ഇത്. സോ അതാണ് ഇവിടെ മെൻഷൻ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ പാർട്ട് നമ്പർ അതെന്താന്ന് വെച്ചാൽ 41, 42, 93 ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ കിടന്നാൽ അതാണ് പാർട്ട് നമ്പർ. ഇനി ഈ ലിസ്റ്റിന്റെ അകത്ത് നിങ്ങളെ പേര് ഇവിടെ തേടണം, ഏതാണ് നിങ്ങളെ ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ടോന്ന് ഇവിടെ കാണണം. അഥവാ ഇവിടെ നിങ്ങളെ പേരില്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ അമ്മയുടെ പേര് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിനുശേഷം അവരെ ഡീറ്റെയിൽ അവിടെ ഫിൽ ചെയ്യണം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മളത് 30 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നമ്മളതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് 2 നമ്പർ കാണാൻ പറ്റും. ഈ ഒരു നമ്പർ വന്നിട്ട് ഹൗസ് നമ്പർ ആണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിൽ കിടക്കുന്ന ഒരു നമ്പറാണ്, ഈ ഒരു നമ്പറാണ് നിങ്ങൾക്ക് ഫിൽ ചെയ്യണം. ഇതാണ് സീരിയൽ നമ്പർ. ഈ ഒരു സീരിയൽ നമ്പർ ആണ് നിങ്ങൾ SIR ഫോമിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യണം. ഇതേപോലെ നിങ്ങളെ 3 ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി നമ്പർ, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ. അതോ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ അപ്പോൾ നിങ്ങളെ SIR ഫോം വന്നിട്ട് ഓൺലൈനിൽ ഫിൽ ചെയ്യണോ ഓഫ്ലൈനിൽ ഫിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങളെ പേര് വന്നിട്ട് എപ്പോഴാണ് വോട്ടർ ലിസ്റ്റ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ആകുന്നത് അതിൽ നിങ്ങളെ പേര് കാണിക്കും. അതിനുശേഷം ഒരു നോട്ടീസ് പേജ് വരും.
അഥവാ ആരെങ്കിലും ഫാമിലി മാപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് നോട്ടീസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫൈനൽ ലിസ്റ്റ് വരും. ഏതാണെന്ന് വെച്ചാൽ ആരാണോ ഫൈനൽ വോട്ടേഴ്സ് ആവുന്നോ അവരെ ലിസ്റ്റുകൾ ഫൈനലായിട്ട് കാണിക്കും. ഇതിൽ തന്നെ ഒരു ചിലർക്ക് വരും നോട്ടീസ്. എങ്ങനെ വെച്ചാൽ ആരെയും ഡീറ്റെയിൽ അവിടെ ഇല്ലെങ്കിൽ അപ്പോൾ ആ കേസിൽ നിങ്ങൾ എല്ലാവരുടെയും ഒരു ചില ഡോക്യുമെന്റുകൾ ചോദിക്കുന്നുണ്ടാകും. പക്ഷെങ്കിൽ ഇപ്പം പേജ് ഓടുന്നത് ഇതിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ എല്ലാ നാട്ടിലും SRന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേപോലെ ഞാൻ ഓരോ സീറ്റുകളോട് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ ദിവസം SR ഫോം ഫിൽ ചെയ്യേണ്ടി വരും, ഡ്രാഫ്റ്റ് ലിസ്റ്റ് എപ്പോൾ ഉണ്ടാകും, അതേപോലെ നോട്ടീസ് പേജ് ഏതുവരെ ഉണ്ടാകും, അതേപോലെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് അതും ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുക്കണം. അഥവാ നിങ്ങളെ ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ എപ്പിക്ക് ഇവിടെ എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫിൽ ചെയ്യണം. സോ ഇതാണ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. സോ ഇതേപോലെ നിങ്ങൾ SRന്റെ ഫോമിന്റെ ഇൻഫർമേഷൻ വന്നിട്ട് ഇതേപോലെ എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.